എം മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. സുനിൽ അരിമാനൂർ രാജ്ഭവനിൽ നിന്ന് നൽകും വിവരങ്ങൾ. സുനിൽ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ എം മണി ഇനി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ കേരളം വലിയ പ്രതീക്ഷയിലാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? മനു, തീർച്ചയായും സാധാരണക്കാരനായ എം മണി മന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷമുള്ള വാർത്ത. അതോടൊപ്പം തന്നെ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങൂടെ കഴിയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിലേക്ക് അദ്ദേഹം തുടക്കമിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയും. ഇപ്പോൾ അദ്ദേഹം ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം സ്റ്റേറ്റ് കാറിൽ ഇവിടുന്ന് തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പോകും. കൃത്യം 4:25 തന്നെ ഗവർണർ വേദിയിലോട്ട് വന്നതോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ഗവർണർ വേദിയിൽ എത്തിയ ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് എം മണി എത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഗവർണർ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചു. തുടർന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി അധികാരം ഏറ്റത്. അതിനുശേഷം ഗവർണർ അദ്ദേഹത്തിന് ബൊക്ക നൽകി അഭിനന്ദനം അറിയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് ബൊക്ക നൽകി അഭിനന്ദനം അറിയിക്കുന്ന ചടങ്ങായിരുന്നു. അതിനുശേഷം ഓരോ മന്ത്രിമാരും MLA മാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കുന്ന ചടങ്ങായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും ചെറുമക്കളും അടക്കം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി എത്തിയിരുന്നത് എന്നുള്ളതാണ്. അതിനുപരി ഉടുമ്പൻചോല മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷക മേഖലയിലുള്ള പ്രവർത്തകരടക്കം നിരവധി പേർ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കാണാനായി. സുനിൽ അരിമാനൂരാണ് രാജ്ഭവനിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് പോയ ശേഷം തിരികെ വരാം. എം മണി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സദസ്സിന് മുന്നിൽ വലിയൊരു ആവേശത്തോടെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ആവേശത്തിന് നടുവിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പാണ് രാജ്ഭവനിൽ ചടങ്ങുകൾ നടന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി മണിയാശാൻ, ഇടുക്കിയുടെ പ്രിയപ്പെട്ട മണിയാശാൻ ഇനി മന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അർഹതയ്ക്ക് അതിൻ്റെ അംഗീകാരം തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ വലിയ പ്രതീക്ഷയിലാണ്. എന്നും തൻ്റേതായ ഒരു ശൈലിയിൽ തൻ്റേതായ രീതിയിൽ താൻ സ്വയം വെട്ടിത്തെളിച്ച ഒരു പാതയിലൂടെ തൻ്റെ സാധാരണക്കാരോടൊപ്പം മുന്നേറിയ എം മണി ഇനി മന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളവും ഒരു വലിയ പ്രതീക്ഷയിലാണ്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള, അവർക്കൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട മണിയാശാൻ ഇനി മന്ത്രിയായി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ? അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, ഏത് വകുപ്പാണേലും ഏറ്റവും ഭംഗിയായി എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി. ആ ഒരു വലിയ പ്രതീക്ഷയിലേക്ക് കേരളം കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കുറച്ചു സമയം മുമ്പായിരുന്നു രാജ്ഭവനിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. രാജ്ഭവനിൻ്റെ അങ്കണവേദിയിൽ ഒരുപാട് ആളുകളെ, നേതാക്കന്മാരെയും മന്ത്രിമാരെയും സ്പീക്കറെയും മുഖ്യമന്ത്രിയും അങ്ങനെ വലിയ ഒരു സദസ്സിന് മുൻപിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള സാധാരണക്കാരായ പ്രവർത്തകരടക്കം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഉടുമ്പൻചോലയിൽ നിന്നുള്ള MLA, ഒരുപക്ഷെ ഉടുമ്പൻചോലയ്ക്ക് അപ്പുറത്തേക്ക് ഇടുക്കി എന്ന വലിയ ജില്ലയുടെ മുഴുവൻ പ്രതിനിധിയായി അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നും തൻ്റെ നിഷ്കളങ്കമായ ആ ഒരു പ്രവൃത്തി കൊണ്ട് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പോലും നിഷ്പ്രഭമാക്കിയ മണിയാശാൻ, പ്രിയപ്പെട്ട മണിയാശാൻ, ഇടുക്കിയുടെ മണിയാശാൻ ഇനി മന്ത്രിയായി വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനായി കാത്തിരിക്കാം. ഏതായാലും എം മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവം അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ ഒരു അവസരത്തിൽ, ഈ സന്തോഷകരമായ വേളയിൽ നമ്മോടൊപ്പം ഒരു പ്രത്യേക അതിഥി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇടുക്കിക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് എം മണി മണിയാശാനാണ്. ഈ മണിയാശാന് ഒരാശാനുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ കാത്തിരിക്കുകയായിരിക്കും. ആരാണ് മണിയാശാൻ്റെ ആശാൻ? അദ്ദേഹം എന്താണ് ഒക്കെ നമുക്കറിയാം. അദ്ദേഹത്തോട് തന്നെ ഡോക്ടർ കെ എ വാസുകുട്ടൻ, സ്വാഗതം നമ്മുടെ ഈ ചടങ്ങിലേക്ക്. ഒരു വലിയ സന്തോഷത്തിൻ്റെ വേളയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ മന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആശാനാണ് മണിയാശാൻ. ആ മണിയാശാൻ ഒരു ആശാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരൊക്കെ ആവേശത്തോടെ അല്ലെങ്കിൽ കുറച്ച് അത്ഭുതത്തോടെ ആയിരിക്കും കാത്തിരിക്കുന്നത് ആ വ്യക്തിക്കായിട്ട്. എങ്ങനെയാണ് എം മണിയുമായിട്ടുള്ള ബന്ധം ഒന്ന് പറയാം? ആദ്യമേ ഞാൻ പറയട്ടെ,
മണിയാശാൻ്റെ ആശാൻ എന്ന് എന്നെ വിശേഷിപ്പിക്കുമ്പം അതിൽ കൂടെ സാക്ഷാൽ എം എം മണി എന്ന് പറയുന്ന വ്യക്തിയെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഒരു ആശാനുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെയും കൂടെ അതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുപോലെ ഒരു മുഹൂർത്തത്തിൽ ഒരു മറ്റൊരാളെയും കൂടെ ഒരു സുഹൃത്തിനെയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള അതീവ അദ്ദേഹത്തിൻ്റെ സഹജമായിട്ടുള്ള വിനയ സ്വഭാവം അതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരു ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനാണ്, അത് ശരി. പക്ഷേ ഒരു ആശാൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നത് ആ വ്യക്തിയുടെ മഹത്വവും വിനയവും ഒക്കെയാണ്. അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹം തന്നെ പറയും, പലപ്പോഴും തമാശയായിട്ടും കാര്യമായിട്ടും ആണോന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കട്ടെ. ഡോക്ടർ വാസുകുട്ടൻ സാർ, അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ആ മനസ്സിൽ താങ്കൾക്കുള്ള ആ ഒരു സ്ഥാനം അതാണ് നിശ്ചയമായിട്ടും അത് എന്നോട് അത് എം എം മണിയുടെ വ്യക്തിത്വത്തിനൊരു പ്രത്യേകതയാണ്. ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇദ്ദേഹം നമ്മുടെ ഒരു സ്വന്തം ആളാണെന്ന് വിചാരിക്കും. ആ ഒരു ഫീലിംഗ് എനിക്കിപ്പോൾ പറഞ്ഞതുപോലെ ഇടുക്കി, ദേവികുളം, ഇടുക്കി ഈ 2 നിയോജകമണ്ഡലങ്ങളിലെ ഏതാണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും എന്ന് പൊതുവേ പറയാം. അതെല്ലാം കുടിയേറ്റ പ്രദേശത്തേക്ക് തിരിച്ച് പറഞ്ഞാൽ അവിടെയെല്ലാം അദ്ദേഹത്തിന് പ്രവേശിക്കാം. എല്ലായിടത്തും ആളുകളുണ്ട്, എല്ലാ വീടും എല്ലാവരും സ്വന്തമാണ്. ടാഗോർ അദ്ദേഹത്തിനൊരു കവിതയിൽ പറയും, എനിക്ക് എവിടെയും ഒരു വീടുണ്ടെന്ന്. ONV കുറുപ്പിൻ്റെ ഞാനും അദ്ദേഹം ഒന്നിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലും ഞാനത് കണ്ടപ്പോൾ അല്പം തോന്നി, എവിടെയും എനിക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന പോലെ ആ ഒരു സംഗതി ഇദ്ദേഹത്തിനുണ്ട്. എവിടെയും അദ്ദേഹത്തിന് കയറി ചെല്ലാം, എവിടെയും സുഹൃത്തുക്കളുണ്ട്, എവിടെയും വിശ്വസ്തരായിട്ടുണ്ട്. അവരുടെ ഏറ്റവും ആപ്തമിത്രമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മണിയാശാനെ കാണുക എന്നുള്ളതാണ്. അതിനപ്പുറത്തൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ തൊഴിലാണ് ആ പ്രശ്നം അത് വരുന്നത്. അതും കൊണ്ട് അദ്ദേഹം പോകുന്നു. അങ്ങനെ നമുക്കൊരാളുണ്ട് എന്നുള്ളത്, നമുക്ക് ഒരു കൈത്താങ്ങിന് ഒരാളുണ്ട് എന്നുള്ള ഒരു 2 ജില്ലക്കാരുടെ 2 നിയോജകമണ്ഡലത്തിലെ വലിയ പ്രദേശത്തുള്ള എല്ലാ കൃഷിക്കാരും സാമാന്യ അധ്വാനിച്ച് ജീവിക്കുന്ന മധ്യകേരളത്തിൽ നിന്നൊക്കെ പ്രവേശിച്ചിട്ടുള്ള കൃഷിക്കാരാണ്. ഇപ്പോൾ അതിൻ്റെ ആ വ്യാപ്തി ഇപ്പോൾ കേരളം മുഴുവൻ അങ്ങോട്ട് പരക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എവിടെയും അദ്ദേഹത്തെ ധാരാളം ആളുകൾ, ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളിലും മറ്റും ധാരാളം ആളുകൾക്ക് അത് നേരിട്ട് കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ ശൈലി എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ഉള്ളിലിരുന്ന ആ വ്യക്തിത്വം എന്താണ്, ഇതെല്ലാം നല്ലതുപോലെ കേരളത്തിലെ ജനതയ്ക്ക് അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായി. അതിൻ്റെ എല്ലാം ഒരു കിരീടം ചൂടൽ പോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഈ മന്ത്രിസഭ പിണറായി വിജയൻ അദ്ദേഹത്തെ ഒരു മന്ത്രിപദത്തിലേക്ക് എടുത്തുയർത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ആദ്യം മുതൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് എന്നെപ്പോലെ ഞാനും എന്നെപ്പോലെയുള്ള ഇടുക്കിയിലെ ആബാലവൃദ്ധം ജനങ്ങളും ഇന്ന് ഏതാണ്ട് രോമാഞ്ചം കൊള്ളുന്ന ഒരു സന്ദർഭം. ഇപ്പം അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അവിടെയൊക്കെ ആളുകളുടെ ഒരു വികാര പ്രകടനങ്ങളും സന്തോഷവും എല്ലാം ഒരു ചരിത്ര നിമിഷം. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ ഭാഷയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ആ സന്തോഷം. കാരണം അദ്ദേഹം എന്നും സാധാരണക്കാരുടെ കൂടെ, ചെറിയ ചെറിയ തൊഴിലാളികളുടെ കൂടെ അവരുടെ ഓരം പറ്റി പോകുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ ഭാരം തൻ്റെ തോളിലേറ്റി ജനങ്ങളുടെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ സമൂഹത്തിന് മുന്നിലേക്ക് വന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ എം എം മണി. ഇടുക്കി പ്രദേശം ഈ പറഞ്ഞതുപോലെ ഒരു കുടിയേറ്റ പ്രദേശമായിരുന്നു. 1950കളിൽ മിക്കവാറും മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ഈ തിരുവിതാംകൂർ പ്രദേശത്തിലെ ധാരാളം പല പ്രദേശത്തുള്ള പീനച്ചിൽ, ആലപ്പുഴ, മധ്യകേരളം അങ്ങനെയൊക്കെയുള്ള ആ പ്രദേശങ്ങളിലൊക്കെയാണ് ധാരാളം. മറ്റുള്ള പ്രദേശത്ത് ഉണ്ടെങ്കിലും ഈ പ്രദേശത്തുള്ള ധാരാളം കൃഷിക്കാർ, അധ്വാനം ജീവിക്കുന്നവർ, സ്വന്തമായ ഭൂമിയൊന്നും ഇല്ലാത്തവർ, ചെറിയ തുണ്ട് ഭൂമി മാത്രമുള്ളവർ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടവർ, അധ്വാനം മാത്രം ഉള്ളവർ, അങ്ങനെയുള്ള ഒരു പരശതം കൃഷിക്കാരാണ് 50കളിൽ ഈ പറഞ്ഞ പ്രദേശത്തേക്ക് പ്രവേശിച്ചത്. സാർ, അതിലേക്ക് വരുന്നതിന് മുമ്പ് സാറും എം എം മണിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കൂടി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അതൊന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ കുടിയേറ്റ പ്രദേശവുമായിട്ടാണ് ആ ബന്ധം. കുടിയേറ്റത്തിൽ വന്ന ആളുകളെ സംബന്ധിച്ച്, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ആദ്യമായിട്ട് ചെറിയ കൃഷികൾ, മരച്ചീനിയാണ് പ്രധാനം, കുറച്ച് നെല്ലൊക്കെ കരനെല്ലെന്ന് പറയും, കരയ്ക്ക് വിളയുന്ന നെല്ലുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഒക്കെയാണ് ആദ്യമായിട്ട് കൃഷി ചെയ്തത് എന്ന് ഓർക്കുന്നു. അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഈ നെല്ലെല്ലാം കൊയ്ത് കറ്റയുമായിട്ട് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള ചേനപ്പാടിയിലേക്ക് ലോറിയൊക്കെ പിടിച്ച് ഒരുപാട് പേർ ചേർന്ന്, കൃഷിക്കാരെല്ലാം ചേർന്ന് വലിയ സന്തോഷത്തോടുകൂടി ആദ്യമായി നെൽക്കറ്റയെല്ലാം കൊണ്ടുവന്ന് പല വീടുകളിലേക്കും കൊണ്ടുവന്നതും അവർ നെല്ല് കുത്തി, അവിടുത്തെ സ്ത്രീകൾ നെല്ല് കുത്തി ഇങ്ങനെ കുറേശ്ശെ അരി വിറ്റ് ചന്തയിലും മാർക്കറ്റിലും അവിടെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ വിറ്റ്
അതിൻ്റെ ഒരു സന്തോഷം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൃഷിക്കാരുടെ കാർഷിക വൃത്തിയിലേക്ക് പച്ച പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു പ്രഖ്യാപനം വരുന്നത്. ഇടുക്കി പ്രദേശത്തെ കുടിയിറക്ക് വരുന്നു, കുടിയിറക്കാൻ പോകുന്നു. ആ കുടിയിറക്കിനെ കുറിച്ചുള്ള ഒരു വ്യാധി പോലെ എല്ലാം തകർന്നു പോയല്ലോ. നാട്ടുമ്പുറത്തുള്ളതും കളഞ്ഞു, അവിടെ ഉള്ള എല്ലാം കളഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെയും കാട്ടാനയും അതുപോലെ കാട്ടുപന്നിയും അതിനെയൊക്കെ അതിജീവിച്ച് മനുഷ്യൻ ഒരു ഇങ്ങനെ പെച്ച പിടിച്ച് വരുന്ന ഒരു സന്ദർഭത്തിൽ ഇതെല്ലാം പോവുകയാണല്ലോ, കുടിയിറക്കി വിടുമല്ലോ എന്നുള്ളൊരു ഭീഷണി അക്കാലത്തെ ഗവൺമെൻറ് അങ്ങനെ വ്യാപിച്ചോടെ. അങ്ങനെ വന്നപ്പോഴാണ് ഒരു കൂട്ടായ്മ. പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. കാരണം കൃഷിക്കാർക്ക് കൃഷി ചെയ്യുവാൻ അവിടെ പണം കൊടുത്ത് ആളെ നിർത്തി കൃഷി ചെയ്യാൻ ആദ്യകാലത്ത് പണം ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ ആളുകൾ പറയും, പല വീട്ടിലെ ആളുകൾ സംഘടിച്ചെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർന്നിട്ട് അവർ ഒരു വീട്ടിലെ പണിയൊക്കെ ചെയ്യും, കൃഷിപ്പണിയൊക്കെ ചെയ്യും. എന്നിട്ട് അവരെല്ലാം കൂടി ചേർന്ന് അടുത്ത ആളിൻ്റെ പണി ചെയ്യും. മാറ്റാൽ പണി എന്നാണ് അവിടെ പറയുന്നത്. കൂലി കൊടുത്ത് ജോലി ചെയ്യിക്കാനുള്ള കൂലി അവരുടെ പൈസ അവർക്കില്ല. പിന്നെയുള്ളത് അധ്വാനിക്കാനുള്ള ആ ഒരു ശേഷി, ആ മനസ്സ്, അതിനുള്ള ഒരു ശക്തി, അത് മാത്രം. അത് സാരം അന്നത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ കപ്പ, വല്ലപ്പോഴും കഞ്ഞി, അങ്ങേറ്റം ദരിദ്രമാണ് അവരുടെ ജീവിതം. പുല്ലുകൊണ്ടുണ്ടാക്കിയ കുടിലുകളിലാണ് താമസം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്ന അവർ മാറ്റാൽ പണിയിൽ കൂടിയാണ് ആദ്യകാലത്ത് അവിടെ കൃഷി പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തെ ഒരു കൂട്ടായ്മ വന്നു. ആ കൂട്ടായ്മ ഒക്കെ വന്ന് അവിടുത്തെ ആളുകൾ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പുതിയ ഒരു മാനുഷിക ബന്ധം ആ കൃഷിക്കാരുടെ ഇടയ്ക്ക് വളർന്നു വന്നപ്പോഴാണ് ഇടയിലാണ് ഇതെല്ലാം ഒന്ന് പച്ചപിടിച്ച് വന്ന ഘട്ടത്തിലാണ് കുടിയിറക്ക് എന്നുള്ളത് വരുന്നത്. ആ കുടിയിറക്ക് വന്നപ്പോഴത്തേക്ക് ആ കുടിയിറക്കിനെ നേരിട്ടത് ഒരു സംഘടിത കാർഷിക പ്രസ്ഥാനമാണ്. ഈ കാർഷിക പ്രസ്ഥാനം അവിടെ വളരെ ശക്തമായിട്ട് വന്നു. അത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ ശരിക്കും ഇവരുടെ ഒരു മോചനം. നമുക്ക് ഒരു സംഘടിത ശക്തിയുണ്ട്, നമുക്ക് ചില ആചാര്യന്മാരുണ്ട്, നമുക്ക് ചില മാർഗദർശനത്തിനുള്ള വഴികളുണ്ട്, ഒരു സംഘടിത ശക്തി നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ ഇതിൽ നമ്മളെ ആരും കുടിയിറക്കിയില്ല എന്നുള്ളൊരു ബോധം, ഒരു സംഘശക്തി അതിനകത്ത് വളർന്നു വന്നു. ഏതാണ്ട് ഈ പശ്ചാത്തലത്തിൽ അവിടെ ഒരു വായനശാലയുണ്ടായി, ദേശീയ വായനശാല പട്ടംകാട്. കുഞ്ചിത്തള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആറിന് അക്കരെയാണ് ഈ വായനശാല. അത് 1952 സ്ഥാപിച്ചത്. ഒരു വായനശാല, അവിടുത്തെ ഒരു ചെറിയ കടക്കാരനുണ്ടായിരുന്നു. ആ കടക്കാരന് ചെറിയൊരു വീഞ്ഞപ്പെട്ടി പോലുള്ള പെട്ടിയിൽ കുറച്ച് പുസ്തകങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ പത്രമില്ല, റേഡിയോ ഇല്ല, പിന്നെ ടെലിഫോണില്ല, യാതൊരു വാർത്താവിനിമയ സൗകര്യങ്ങളുമില്ല. ഒരു 5ാം ക്ലാസ് വരെ പഠിച്ച ആളുകളൊക്കെ കഷ്ടിച്ച് കാണും, അതിനപ്പുറത്തേക്കുള്ള വിദ്യാഭ്യാസമുള്ള ആരുമില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശമായിരുന്നു അവിടെയാണ് ഈ വായനശാല കുറച്ച് പേർ ചേർന്ന് തുടങ്ങിയത്. ഈ വായനശാല അവിടുത്തെ സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ കേന്ദ്രമായിട്ട് മാറി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെയുള്ള ലിയു ഷാവോജി അങ്ങനെയൊക്കെ ഉള്ളത്, ലെനിന് അങ്ങനെയൊക്കെയുള്ളവർ, എമിലി ബേൺസ് എന്നൊക്കെ ഓർക്കുകയാണ് എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാം അങ്ങനെയൊക്കെ ഉള്ളത്. മാർക്സിസം, കെ ദാമോദരൻ്റെ മാർക്സിസം 10 ഭാഗം അങ്ങനെയുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പുസ്തകങ്ങൾ അവിടെ സംഘടിച്ച് അതെല്ലാം ഇരുന്ന് വായിക്കും. അവിടെയും നാട്ടിൽ പുറത്തൊക്കെ പോയി വരുമ്പോൾ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ, വാർഷിക പതിപ്പുകൾ അതെല്ലാം കൊണ്ടുവന്ന് ഇരുട്ട വിളക്ക് വായിക്കും. ഈ വായനശാലയിൽ ഇരുന്ന് വായിച്ച് തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് എം എം മണിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എം എം മണി പറമ്പിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞ്, സാധാരണ കൃഷിക്കാരൻ്റെ പോലെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് ആ പണിക്കാരെല്ലാം അവരെല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന ടൗണിലാണ് നാട്ടുംപുറത്ത് വന്നവർ വൈകുന്നേരം കാണുന്നത്. ആർക്കെങ്കിലും ഒരു എഴുത്ത് വന്നിട്ടുണ്ടായിരിക്കും, നാട്ടിൽ നിന്നൊരു എഴുത്ത് വന്നിട്ടുണ്ടായിരിക്കും. അത് വളരെ ദൂരെ നിന്നാണ് വരുന്നത്, അത് എവിടെയെങ്കിലും കടയിലെ കൊണ്ട് ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ ആ എഴുത്ത് വായിക്കുമ്പോൾ ആണ് നാട്ടിലെ വിശേഷങ്ങൾ ആളുകൾ അറിയുന്നത്. ടെലിഫോണിൽ പത്രമില്ല, വേറെ കോൺടാക്റ്റ് ഒന്നുമില്ല. ആർക്കെങ്കിലും വല്ലപ്പോഴും ഒരു എഴുത്ത് വന്നാൽ ആ എഴുത്ത് അതിനെപ്പറ്റി എല്ലാവർക്കും ആകാംക്ഷയാണ്, എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നാട്ടിൽ വല്ല മരണമുണ്ടായോ, വല്ല വിവാഹം ഉണ്ടായോ, ഇനി പുതിയ ആളുകളോ ഇങ്ങോട്ട് വരുന്നുണ്ടോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ, നാട്ടിൽ എന്ത് നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും ഒരു എഴുത്ത് അവിടെ എങ്ങനെയെങ്കിലും വന്ന് ഏതെങ്കിലും കടയിൽ കൊണ്ട് പോസ്റ്റ്മാൻ ഇട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൊടുത്തുവിട്ട്, അതാണ് അവിടുത്തെ ആദ്യത്തെ. അപ്പോൾ അങ്ങനെ ഉള്ള ഇതെല്ലാം ഈ വായനശാലയിലാണ് വരുന്നത്. അപ്പോൾ വായനശാല അതിൽ കൂടെ പിന്നെ റോഡിൽ കൂടെ പോകുന്നവർ വായനശാലയിലിരിക്കുന്ന ആൾ പറയും നിങ്ങൾക്കൊരു എഴുത്തുണ്ട്, അവരത് പൊട്ടിച്ച് എല്ലാവരും വായിക്കാവുന്നതാണെങ്കിൽ വായിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഈ പുസ്തകങ്ങൾ രാത്രിയിലിരുന്ന് വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർ ഇതിൽ വായിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. പിന്നെ ഈ കുടിയിറക്ക് പോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് അതിനെങ്ങനെ നേരിടാം,
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റേതായിട്ടുള്ള നേതാക്കന്മാരൊക്കെ അതിന് ചില വഴികൾ സംഘടിതമായിട്ടുള്ള പരിപാടികളൊക്കെ പതിയെ പതിയെ വികസിച്ച് വന്ന ഒരു കാലം 1952, 53 അങ്ങനെയുള്ള ഒരു കാലം. ഏതാണ്ട് ഈ കാലത്ത് ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ മൂന്നാർ ഹൈസ്കൂളിൽ പോയി പഠിച്ചു. അന്ന് മൂന്നാർ ഹൈസ്കൂളിൽ പോയി പഠിക്കുന്ന വളരെ 8 പേര് നടന്നു പോകണം. വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. അതിനുശേഷം അതൊക്കെ പാസ്സായി ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ ചേർന്നു. അപ്പോഴത്തേക്ക് 1964, 65 അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത് AKG സെൻ്ററൊന്നുമില്ല. സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് കുറേ കാലം അവിടെ പ്രവർത്തിച്ചിരുന്നു. എറണാകുളത്ത് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അവിടെ പ്രവർത്തിച്ചിരുന്നു. അല്ല, എല്ലാ നേതാക്കന്മാരെയും അതിനു മുമ്പ് അവിടുത്തെ ജില്ലാ കമ്മിറ്റി നമ്മുടെ സഖാവ് MN ലോറൻസ്, TK രാമകൃഷ്ണൻ, AP കുര്യൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കുറേ കാലം അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള അവരൊക്കെ നേരിട്ട് എനിക്ക് വളരെയധികം പരിചയപ്പെടാനും അടുത്ത ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു. അങ്ങനെ ഒക്കെ പാർട്ടി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിൽ ഒരു സന്ദർഭത്തിൽ അവിടെയൊക്കെ അപ്പോൾ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്പ്ലിറ്റ് വന്നു. ആ സ്പ്ലിറ്റ് വന്ന സമയത്ത് വിദ്യാർത്ഥി ഫെഡറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പേര് SR ശക്തിധരനുണ്ട്, ദേശാഭിമാനി SR ശക്തിധരൻ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമായിട്ടാണ് അവിടെ ജില്ലാ കമ്മിറ്റി അന്ന് രൂപീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം പ്രവർത്തകർ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകരുണ്ട്. നമ്മുടെ ഫിലിപ്പം പ്രസാദൊക്കെ ആയിരുന്നു തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലുള്ള പ്രവർത്തകർ. അവരെല്ലാം അവിടെ വരും. ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് രാത്രിയിൽ വന്ന് താമസിക്കും. ഹോസ്റ്റലിൽ അങ്ങനെ താമസിപ്പിക്കാൻ പാടില്ല, പക്ഷേ ഞങ്ങൾ കഥയൊക്കെ തുറന്നിട്ടേക്കും, രാത്രി വന്ന് താമസിക്കും. അങ്ങനെയൊക്കെയുള്ള അങ്ങനെ എല്ലാ സ്ഥലത്തുള്ള ആളുകളുമായിട്ട് ബന്ധം. സ്റ്റേറ്റ് കമ്മിറ്റിയും മറ്റും പിന്നീട് അവിടെ സ്ഥാപിച്ച് അവിടെ കുറേ കാലം പ്രവർത്തിച്ചപ്പം EMS ഇങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ട് അടുത്ത് പരിചയപ്പെടാനും CH കണാരൻ, അഴീക്കോടൻ രാഘവൻ, അങ്ങനെ എല്ലാവരുമായിട്ടും എനിക്ക് വളരെ അടുത്ത് പരിചയപ്പെടാനും ഓഫീസിൽ തന്നെ ചില ചില്ലറ പണികളൊക്കെ ചെയ്യാനും ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു നമ്മുടെ ഓഫീസിൽ സെക്രട്ടറി. അതേ മറ്റു അവരൊക്കെ ആയിട്ട് വളരെ നല്ല അതിനകത്ത് നമ്മൾ അറിയാതെ തന്നെ മുഴുകി അങ്ങനെ ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ, നാട്ടിൽ കുഞ്ചിത്തണ്ണിയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്രഭാത് ബുക്ക് ഹൗസിലെ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ രാത്രിയിൽ അവിടെ കൊണ്ടുപോയി ഈ കുറേ പേരെല്ലാം ഇത് വായിച്ച് കേൾപ്പിക്കുന്ന അന്നത്തെ ഒരു രീതിയായിരുന്നു. മാത്രമല്ല മാസികകൾ, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഈ വലിയ സഹാക്കളുടെ ഇടയിലൊക്കെ ഉള്ള എൻ്റെ പരിചയങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, മറ്റ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. മോസ്കോയിൽ നിന്ന് പണ്ടായിരുന്നൊരു പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഓൺ കമ്മ്യൂണിസ്റ്റ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു. അങ്ങനെ ആ പുസ്തകം അവിടെ വായനശാലയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വായിക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ വന്ന അനേകം പേരിൽ ഒരാളായിരുന്നു സഖാവ് MM മണി. അദ്ദേഹം ഇതെല്ലാം വളരെ വൈകുന്നേരം വരെ പറമ്പിലൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വായനശാലയുടെ അവിടെ വന്ന് രാത്രിയിൽ ഈ പറയുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അതിൽ പലരും അതൊക്കെ കേട്ടുപോയി. ചെറിയ പ്രവർത്തനത്തിലേക്ക് വന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ MM മണി ഒരു 50 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചും ഒരു വികാരമായിട്ട് മാറുകയും അതിനൊരു പ്രവർത്തകനായി മാറണം, അതിനൊരു പ്രവർത്തകനായി അദ്ദേഹം മാറുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ധാരാളം കാർഷിക സമരങ്ങൾ അവിടെ ഉണ്ടായി. ഏലത്തോട്ടമുണ്ട്, ഏലത്തോട്ടം സമരമുണ്ടായി, കാർഷിക മേഖലയിലുള്ള സമരങ്ങൾ. ഇതിലെല്ലാം അദ്ദേഹം അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു ശൈലി, എല്ലാവർക്കും അറിയാവുന്ന പോലുള്ള ഒരു ശൈലി. അങ്ങനെ വന്നപ്പോൾ അതിനെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുക, വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി അദ്ദേഹത്തെ അവിടുത്തെ ജനത ക്രമേണ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എന്ന് ചുരുക്കി പറഞ്ഞാൽ മതിയാവും. അവരും അദ്ദേഹവും കൂടെ അവിടെ ഒരു പ്രസ്ഥാനത്തിന് പുതിയൊരു മാനം നൽകി, പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് തന്നെ ഉയർത്തി. അതാണ് ഇതിനിടയ്ക്ക് ഞാൻ അവിടെ നിന്നൊക്കെ ഇടയ്ക്ക് മാറി മഹാരാജാസ് കോളേജിൽ പഠിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് വന്നു. കുറേ കാലം ഞാൻ ഇവിടെ സെറ്റിൽ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കോളേജിൽ എനിക്ക് ജോലി കിട്ടി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം കാണും, ഇവരെല്ലാം കാണും. ചിലപ്പോൾ അടുത്ത് അങ്ങനെ കൃത്യമായി കണ്ടില്ലെന്നിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അവർക്ക്
പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെയും അവർ പഴയ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അവരുടെ മനസ്സിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അതാണ് ആശാൻ എന്നുള്ള ആ പറച്ചിൽ. തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഡോക്ടർ കെ വാസുകൂട്ടനുണ്ട്. മണിയാശാനൊപ്പം പ്രവർത്തിച്ച കാലം അല്ലെങ്കിൽ മണിയാശാന്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വിത്തിട്ട് കൊടുത്ത ഒരു വലിയ വ്യക്തി എന്ന രീതിയിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ വിശദീകരിക്കാൻ കഴിയും. ഡോക്ടർ കെ വാസുകൂട്ടൻ ഇപ്പോൾ പറഞ്ഞിരുന്നു അന്ന് പഴയകാലം പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്ന ഒരു കാലം. അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായി ഇന്ന് മണിയാശാൻ നമ്മുടെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ എന്താണ് സാധാരണക്കാർ ഏറെയുള്ള നമ്മുടെ രാഷ്ട്രീയ സമൂഹം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? സാധാരണ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ മൊത്തം മന്ത്രിയാണ് അദ്ദേഹമെങ്കിലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ദേവികുളം ഉടുമ്പൻചോല കാർഷിക മേഖലയിലെ വലിയൊരു കാർഷിക മേഖലയിലെ സാധാരണക്കാരായ ആളുകൾ വലിയ പ്രത്യാശയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണുന്നത്. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ധാരാളമായിട്ട് അറിയാം. അതിലാണ് അദ്ദേഹം കഴിഞ്ഞ 50 വർഷം ജീവിച്ചത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതിന് പരിഹാരങ്ങൾ തേടിയും ഒക്കെ ജീവിച്ച ഒരാൾ എന്നുള്ളതിലേക്ക് ഇനിയുള്ള ഇടുക്കി ജില്ലയിലെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. തീർച്ചയായിട്ടും സാർ, ഞാൻ വരാം. നമുക്ക് ഒരു ഇടവേള കൂടി വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതിന് മുൻപ് മറ്റു ചില വലിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഡോക്ടർ ബാലമുരളീകൃഷ്ണ അന്തരിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട എന്നാൽ ദുഃഖം നൽകുന്നൊരു വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. ഡോക്ടർ ബാലമുരളീകൃഷ്ണ അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഒരുപക്ഷെ സംഗീത ലോകത്ത് ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ സംഗീതത്തിൻ്റെ അവസാന വാക്കുകൾ, വലിയ സാഗരമാണ് സംഗീതം എന്ന് പറയുമ്പോൾ പോലും അതിലെ അവസാന വാക്കുകൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സംഗീത സാഗരം തന്നെയായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പ് ചെന്നൈയിലായിരുന്നു അന്ത്യം. കർണാടക സംഗീതത്തിലെ അതുല്യ പ്രതിഭ. അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാത്ത മേഖലകൾ ഇന്ത്യൻ സംഗീതത്തിൽ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ സംഭാവനകൾ ഒരുപക്ഷെ ഭാരതീയ സംഗീതം, കർണാടക സംഗീതങ്ങൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ഡോക്ടർ ബാലമുരളീകൃഷ്ണ നൽകിയ ഓരോ സംഭാവനകളും ആ സംഗീതത്തിൻ്റെ വലിയ ഇനി വരുന്നൊരു തലമുറയ്ക്ക് വലിയ മുത്തുകളും പവിഴങ്ങളും ഒക്കെ ആയിരിക്കാം. ആ രീതിയിൽ തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ധന്യ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകും വിവരങ്ങൾ. ധന്യ, ഡോക്ടർ ബാലമുരളീകൃഷ്ണ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? എവിടെ വെച്ചായിരുന്നു അന്ത്യം? വിശദാംശങ്ങൾ. അല്പസമയം മുമ്പായിരുന്നു മനു അദ്ദേഹത്തിന്റെ വിടവാങ്ങലുണ്ടായിരുന്നത്. മലയാളത്തിൽ 14ഓളം ചിത്രങ്ങളിൽ 40ഓളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായി മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. യേശുദാസിനോടൊപ്പം അദ്ദേഹം തുടങ്ങിയത് ദേവത എന്ന ചിത്രത്തിലൂടെയാണ്. 1965 അദ്ദേഹത്തിന്റെ മലയാളത്തിലെ സംഗീതത്തിനായുള്ള ആൾ തുടക്കം കുറിച്ചത്. അതിനുശേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട 1991 ഭരതം എന്ന ചിത്രത്തിന് വേണ്ടി ബാലമുരളീകൃഷ്ണയും യേശുദാസും ചേർന്ന് ആലപിച്ച ഗാനങ്ങൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ എന്നും ഓർത്ത് വെക്കാവുന്ന പാട്ടുകളിൽ ഒന്നാണ്. കർണാടക സംഗീതത്തിൽ കച്ചേരികളുടെ എണ്ണം കൂടി വന്നതോടെ അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയതിനു ശേഷം സംഗീതത്തിൽ മാത്രം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംഗീതത്തെ സ്നേഹിച്ച് അങ്ങനെ വന്നിരുന്നൊരു വലിയൊരു സംഗീതജ്ഞനെ തന്നെയാണ് ഭാരതത്തിന് ഇല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾ ഏറെ സ്നേഹിച്ചിരുന്നൊരു സംഗീതജ്ഞനായിരുന്നു. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കച്ചേരി അവതരിപ്പിക്കുകയും ശാസ്ത്രീയ സംഗീതത്തിന്റെ മറ്റൊരു തലത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത സംഗീതജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ ശങ്കരഗുപ്തം എന്ന സ്ഥലത്തായിരുന്നു 1930 ജൂലൈ 6 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവും സംഗീതജ്ഞനായിരുന്നു. കൂടാതെ മകന്റെ സംഗീതാസന തിരിച്ചറിഞ്ഞ് 8ാം വയസ്സിൽ തന്നെ പഠിത്തം ഉപേക്ഷിക്കാനും ഇല്ലെങ്കിൽ സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതും അദ്ദേഹത്തിന്റെ പിതാവായ സംഗീതജ്ഞൻ തന്നെയായിരുന്നു. ഭാരതത്തിലെ ഒരുപാട് ഭാഷകളിൽ, ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ കൂടി സംഗീതത്തിൽ നടത്തിയിട്ടുള്ളൊരു സംഗീതജ്ഞൻ കൂടിയാണ് അദ്ദേഹം. കൂടാതെ വായ്പാട്ടിൽ അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തുകയും വായ്പാട്ടിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കാഞ്ഞിരം, മൃദംഗം, വയലിൻ, വയോള എന്നീ വാദ്യോപകരണങ്ങൾ വായിക്കാൻ പഠിച്ച അദ്ദേഹം പുതിയ ഗാനങ്ങളും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അത്രയും ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ രാഗങ്ങൾ വരെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു.
കൂടാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പത്മശ്രീ, പത്മഭൂഷൺ അടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളും അദ്ദേഹത്തിന് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നൽകിയിട്ടുമുണ്ട്. 1975 പുറത്തിറങ്ങിയ ഹംസഗീതി എന്ന ചിത്രത്തിന് ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. കൂടാതെ ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള ദേശീയ അവാർഡ് 87-ലെ മാധവാചാര്യയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഭരണകൂടവും ബാലമുരളീകൃഷ്ണയെ സമ്മാനം നൽകി ആദരിച്ചിട്ടുണ്ട്. അത്രയും പാരമ്പര്യം ഉള്ള ഇല്ലെങ്കിൽ അത്രയും പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ച കർണാടക സംഗീതവും ശാസ്ത്രീയ സംഗീതവും കൂടാതെ മലയാളികൾക്കാണെങ്കിൽ മലയാളത്തിലെ ഒട്ടുമിക്ക നല്ല ഗാനങ്ങൾ ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. യേശുദാസിനൊപ്പം ഒത്തിരി ഗാനങ്ങളും അദ്ദേഹം മലയാളികൾക്കായി നൽകിയിട്ടുണ്ട്. മനു, ധന്യ, ഒരുപക്ഷെ ചലച്ചിത്ര ഗാന ശാഖയ്ക്കൊക്കെ അപ്പുറത്തേക്ക് കർണാടക സംഗീതത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സംഗീതത്തിന്റെ അവസാന വാക്കുകളിൽ ഒന്നാണ് കർണാടക സംഗീതം. ആ കർണാടക സംഗീതത്തിൽ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ എന്ന വ്യക്തി എങ്ങനെ ഓർക്കപ്പെടുന്നു? ഏറ്റവും പ്രധാനമായും 25ഓളം രാഗങ്ങൾ അദ്ദേഹം സ്വന്തമായി സൃഷ്ടിച്ചു. ഇതുപോലൊരു പ്രതിഭ ഒരുപക്ഷെ കർണാടക സംഗീത വേദിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നമ്മൾ സാധാരണക്കാർക്കൊക്കെ അന്യമായിരുന്ന കർണാടക സംഗീത വേദിയെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന അസാധാരണക്കാരനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. തീർച്ചയായും മനു സൂചിപ്പിച്ചത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കർണാടക സംഗീതത്തെ ഒരുപക്ഷെ സംഗീതം പഠിക്കുന്നവർക്ക് മാത്രമായി ഒതുങ്ങിത്തീരുന്ന ഒരു സംഗീത പാരമ്പര്യം ഇല്ലെങ്കിൽ അത്തരത്തിലൊരു കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രം പരിശീലിക്കാവുന്ന ഒരു സംഗീതം എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായതും. ആ ഇടപെടലുകളിൽ തന്നെ ബാലമുരളീകൃഷ്ണയ്ക്ക് മറ്റൊരു തലത്തിലേക്ക് ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കർണാടക സംഗീതത്തെ ഇല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായ കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ സംഗീതജ്ഞർ ഒരുപാടുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു നേട്ടം എല്ലാവരും എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. മനു, തീർച്ചയായിട്ടും. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ശാഖയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടക സംഗീതത്തെ സാധാരണ സിനിമാ സംഗീതത്തിലേക്ക് കൊണ്ടുവരികയും ആ സിനിമ ഏറ്റവും ജനകീയമായ സംഗീതം സിനിമാ സംഗീതമാണ്. ആ സിനിമയിലേക്ക് കർണാടക സംഗീതത്തെ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ സന്നിവേശിപ്പിച്ചപ്പോൾ അതുവരെ നമുക്ക് കാണാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ കേട്ട് പരിചയിച്ചിരുന്ന എല്ലാ രീതികൾക്കും അപ്പുറത്തേക്കും സിനിമാ സംഗീതം എത്തപ്പെട്ടൊരു സാഹചര്യം അതുകൂടി പറയൂ ധന്യ. സിനിമകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മലയാളത്തിൽ തന്നെ 66-ൽ ഇറങ്ങിയ അനാർക്കലി എന്ന ചിത്രത്തിൽ അതിൽ സപ്തസ്വര സുധാ സാഗരമേ എന്നൊരു പാട്ടുണ്ട്. ആ ഗാനം നമ്മൾ മലയാളികൾ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ഗാനത്തെ മലയാളികൾ കേൾക്കുന്നത് ആദ്യമായി തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം എല്ലാ സംഗീതങ്ങളെയും കൂട്ടി കോർത്തിണക്കി അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു മലയാളികൾക്ക് അദ്ദേഹം നൽകിയത്. കൂടാതെ അതിനുശേഷം അദ്ദേഹം ചെയ്ത എല്ലാ സിനിമാ ഗാനങ്ങളും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരതം ഉൾപ്പെടെയുള്ള എല്ലാ ഗാനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പെഷ്യൽ ടിപ്പ് ഇല്ലെങ്കിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിച്ച ഇല്ലെങ്കിൽ അദ്ദേഹം പുതുതായി ഒന്ന് പ്രേക്ഷകരിലേക്ക് ഇല്ലെങ്കിൽ സംഗീത ആസ്വാദകരിലേക്ക് എത്തിക്കണം എന്നാഗ്രഹിച്ച അത് എത്തിക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കൂടാതെ വാദ്യോപകരണങ്ങളിലെ അദ്ദേഹത്തിൻ്റെ കഴിവ് അത്തരത്തിലൊരു തീരുമാനത്തെ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹത്തെ അദ്ദേഹത്തിന് നിറവേറ്റാനുള്ള പിന്തുണയും കൂടെ നൽകിയിരുന്നു. മനു, തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ കർണാടക സംഗീതത്തിലെ അവസാന വാക്കുകളിലൊന്നാണ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. ആ വലിയ പ്രതിഭയായി ഭാരതം ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുമ്പോഴും ഇത്രത്തോളം ലാളിത്യത്തോടെ അല്ലെങ്കിൽ ഇത്രത്തോളം സാധാരണക്കാരായി ജനങ്ങളോട് സംവദിച്ച മറ്റൊരു പ്രതിഭ ഉണ്ടാകില്ല. ഓരോ വാക്കുകളിലും തൻ്റെ വിനയവും താൻ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ആ അസാധാരണത്വം, ആ ഒരു വലിയ പ്രതിഭാവിലാസത്തിനപ്പുറത്തേക്ക് വളരെ സാധാരണക്കാരനായി വിനയത്തോടെ തൻ്റെ ചുറ്റുമുള്ള ആളുകളെ കാണുക, തൻ്റെ സംഗീതത്തെ അവരിലേക്ക് പകർന്നു നൽകുക, ആ വലിയ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ ഒരുപക്ഷെ തലമുറകൾക്കപ്പുറത്തേക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും അദ്ദേഹത്തിന് തലമുറകളെ കുറിച്ച് ഏറെ ആശങ്കപ്പെട്ട ആളാണ്. കാരണം സംഗീതം വിട്ടുപോകും ഇല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് സംഗീതവുമായി ഒരു ബന്ധമുണ്ടാകില്ല എന്ന് വരെ സംശയിച്ച ഇല്ലെങ്കിൽ ആ രീതിയിൽ പേടിച്ചിരുന്ന ഒരു സംഗീതജ്ഞനാണ് ബാലമുരളീകൃഷ്ണ. കാരണം അതിനുവേണ്ടി അദ്ദേഹം വിദേശ സംഗീതജ്ഞരുമായി കൂടി ചേർന്ന് പരിപാടികൾ അവതരിപ്പിച്ചു. അതിൽ നിന്നുള്ള വരുമാനം ചേർത്തുകൊണ്ട് അദ്ദേഹം MBK ട്രസ്റ്റ് എന്ന പേരിൽ കലയും സംസ്കൃതിയും കാത്തുസൂക്ഷിക്കുവാനുള്ള ഒരു ട്രസ്റ്റിന് തന്നെ അദ്ദേഹം രൂപം കൊടുക്കുകയും കൂടാതെ ഒരുപാട് തലമുറയ്ക്ക് പരിശീലനം കൊടുക്കുവാൻ ആ
ട്രസ്റ്റിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലാണ് അത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിച്ചത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളിൽ ഓരോന്നും എടുത്തു പറയേണ്ടതാണ്. അതിൽ ഒരുപാട് ഭാഷകൾ തന്നെയുണ്ട്. കന്നഡ, തെലുങ്ക്, സംസ്കൃതം, തമിഴ്, മലയാളം, ഹിന്ദി, ബംഗാളി തുടങ്ങുന്ന ഒരുപാട് ഭാഷകളിൽ ഇല്ലെങ്കിൽ അത്രയും ഭാഷകളിൽ തന്നെ അഭ്യസിക്കുന്ന കുട്ടികളെയും ഇല്ലെങ്കിൽ പോലെ പ്രോത്സാഹിപ്പിക്കാനും ബാലമുരളീകൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കൊണ്ട് കിട്ടിയ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശാസ്ത്രീയ സംഗീതത്തിലേക്ക് അടുപ്പിക്കാനും ഇല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുവരാനും ഒരുപാട് പേർക്ക് അതിൽ ആഗ്രഹം തോന്നിപ്പിക്കാനും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരി, ഞാൻ വരാം ധന്യയിലേക്ക് തിരികെ വരാം. ചെറിയൊരു ഇടവേള നമുക്ക് അനിവാര്യമായിരിക്കുന്നു. ഒരു വിയോഗ വാർത്ത തന്നെയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. കർണാടക സംഗീതത്തിലെ അവസാന വാക്ക്, ഇന്ത്യൻ സംഗീതത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ അന്തരിച്ചിരിക്കുന്നു. ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. കർണാടക സംഗീതത്തിലെ വലിയൊരു പ്രതിഭയാണ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു വിടവ് നികത്താൻ ഇനി തലമുറകൾക്കപ്പുറത്തേക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം അത്രത്തോളം അഗാധമായ അറിവും പാണ്ഡിത്യവും ഇതിനെല്ലാം അപ്പുറം വലിയ ആ പ്രതിഭയുടെ വിനയപരമായ പെരുമാറ്റവും ഒക്കെ കൊണ്ട് അദ്ദേഹം എന്നും അസാമാന്യമായ ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു വലിയ പ്രതിഭ ഇന്നിപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. വലിയ വിടവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ബാക്കി വെച്ചുകൊണ്ട് ഭാരതീയ സംഗീതത്തിലും ഭാരതീയ സാംസ്കാരിക ലോകത്തിന് വലിയ രീതിയിലുള്ള ഒരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ നമ്മോട് യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. ധന്യ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ധന്യ, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആ വലിയ മനുഷ്യനിൽ നിന്നും. കാരണം ഒരു പാട്ട് പാടിയാൽ അല്ലെങ്കിൽ ഒരു കച്ചേരി അവതരിപ്പിച്ചാൽ വലിയ സംഗീതജ്ഞന്മാരായി നടിക്കുന്നവരുടെ നടുവിൽ 8ാം വയസ്സിൽ ആദ്യ ത്യാഗരാജ ആരാധന നടത്തിയ വിജയവാഡയിൽ നടത്തിയ ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. ആ ഒരു സാധന, അദ്ദേഹം എടുത്ത ആ ഒരു കഠിനാധ്വാനം, ഈ ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന വഴികൾ, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇനി വരുന്ന തലമുറയ്ക്കും പഠിച്ചു പോകുവാനുള്ള വലിയൊരു പുസ്തകമാണ്. തീർച്ചയായും കമ്മിറ്റ്മെന്റ് എന്നൊരു വാക്കുകൊണ്ട് മാത്രം ആ ഒരു കാര്യത്തെ നമുക്ക് ചുരുക്കാൻ സാധിക്കില്ല. എങ്കിൽ കൂടി പറയുകയാണ്, അദ്ദേഹത്തിന്റെ സംഗീതത്തോടുള്ള താല്പര്യം ഇല്ലെങ്കിൽ അദ്ദേഹം സംഗീതത്തെ നോക്കിക്കണ്ട രീതി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോടുള്ള ആ ഒരു ഇഷ്ടം, അത് മാത്രമാണ് അദ്ദേഹത്തിനെ ഇത്രയും പ്രശസ്തനാക്കാനും ഇല്ലെങ്കിൽ സംഗീതത്തിൽ അദ്ദേഹത്തിന് ഇത്രയും ഒക്കെ കാര്യങ്ങൾ സാധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു ഇഷ്ടത്തിന്റെ ഇല്ലെങ്കിൽ ആ ഒരു സംഗീതത്തോടുള്ള അടുപ്പത്തിന്റെ കൂടി പിൻബലത്തിലാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ സംഗീതങ്ങളിൽ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്രീയ സംഗീതമാണെങ്കിൽ കച്ചേരികൾ നടത്തുമ്പോഴാണെങ്കിലും കച്ചേരികൾ അദ്ദേഹം സെലക്ട് ചെയ്ത്, ഇപ്പോൾ പല സംഗീതജ്ഞരും ചെയ്യുന്നത് ഒരുപാട് സംഗീത പരിപാടികൾ സെലക്ട് ചെയ്ത് അതിൽ ഏതാണ് ലാഭം ഇല്ലെങ്കിൽ ആ രീതിയിൽ കച്ചവടത്തിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അത്തരത്തിലൊന്നും നോക്കാതെ എല്ലാ കച്ചേരികളിലും പങ്കെടുക്കുകയും അത് ഏത് രീതിയിൽ ഇല്ലെങ്കിൽ ഏത് സ്ഥലത്ത് എങ്ങനെ നടത്തുന്ന എന്നൊന്നും നോക്കാതെ സംഗീതത്തെ മാത്രം മനസ്സിൽ ഇല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ രീതികളിലും എല്ലാ ആളുകളും നടത്തുന്ന സംഗീത പരിപാടികൾ പങ്കെടുക്കുകയും തീർത്തും ജനങ്ങളുമായി ഇല്ലെങ്കിൽ സംഗീത ആസ്വാദകരുമായി കൂടുതൽ ഒരു അടുപ്പം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചെന്നൈയിലാണെങ്കിൽ പോലും അവസാന നാളുകളിൽ പോലും അദ്ദേഹം സംഗീതത്തിന് വേണ്ടി ഇല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ പഠിപ്പിക്കുന്ന ആളുകളുമായും അദ്ദേഹം ഒരുപാട് സംഗീതത്തെ എത്രത്തോളം മുൻപോട്ട് കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ എത്രത്തോളം ആളുകളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നതായി കേൾക്കുന്നു. കാരണം അദ്ദേഹം അത്രയും സംഗീതത്തെ ആ രീതിയിലായിരുന്നു അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അദ്ദേഹം സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. മനു, തീർച്ചയായിട്ടും നമ്മളിന്ന് ഫ്യൂഷൻ സംഗീതത്തിൻ്റെയൊക്കെ വലിയ സാധ്യതകൾ തേടുന്ന കാലമാണ് ആധുനിക കാലം. ആ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ ബാലമുരളീകൃഷ്ണ നടത്തിയ ജുഗൽബന്ദികളൊക്കെ നമ്മുടെ മുന്നിൽ വലിയൊരു അനുഭവങ്ങളായി നിൽക്കുകയാണ്. പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയോടൊപ്പം ഹരിപ്രസാദ് ചൗരസിയുടെ ഒക്കെ കൂടെ അദ്ദേഹം നടത്തിയ ജുഗൽബന്ദികൾ ഇന്നത്തെയൊക്കെ ഈ ഫ്യൂഷൻ സംഗീതത്തിൻ്റെയൊക്കെ വലിയ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആദ്യ പടിയായിരുന്നു. അത്രമാത്രം പെർഫെക്ഷനോടുകൂടി ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ നടത്തിയ ആ ജുഗൽബന്ദികളൊക്കെ തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം ഒരു ഗായകൻ മാത്രമായിരുന്നില്ല മനു. അത്തരത്തിലൊരു ഗായകൻ മാത്രമാണെങ്കിലാണ് സംഗീതത്തിന്റെ ഇല്ലെങ്കിൽ പാട്ടിന്റെ മറ്റു തലങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയുള്ളൂ. അദ്ദേഹം ഗായകൻ മാത്രമായിരുന്നില്ല, ഗായകനോടൊപ്പം സംഗീത സംവിധായകനും ഇല്ലെങ്കിൽ ഇത്രയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒരേ രീതിയിൽ ഇല്ലെങ്കിൽ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംഗീതജ്ഞർ ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. കാരണം ഏതാണ്ട് 6-7ഓളം മ്യൂസിക് വാദ്യോപകരണങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ആളിനെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു
ആളായിരുന്നു ബാലമുരളീകൃഷ്ണ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരം സംഗീതത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് ചിന്തിക്കാതെ ഉണ്ടായിരുന്ന സംഗീതത്തെ കാത്തു സൂക്ഷിച്ച് അതിന്റെ പാരമ്പര്യം നഷ്ടപ്പെടാതെ അതിനെ എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാം, ഇല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ചിന്തിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അത്രയും കഴിവുള്ള, അത്രയും അതിനെക്കുറിച്ചുള്ള അറിവുള്ള ഒരു സംഗീതജ്ഞനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റു വിഷയങ്ങളിലേക്കോ ഇല്ലെങ്കിൽ സംഗീതത്തിന്റെ മറ്റാളുകൾ ചിന്തിക്കുന്ന പോലെ, മറ്റു സംഗീതജ്ഞർ ചിന്തിക്കുന്ന പോലെ മറ്റു വിഷയങ്ങളിലേക്കോ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. സംഗീതം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമായി അദ്ദേഹം കണ്ടത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സംഗീതം മാത്രമായിരുന്നു ആ വലിയ മനുഷ്യന് സ്വന്തം ജീവിതം. അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ലായിരുന്നു അദ്ദേഹത്തിന്. സംഗീതത്തിന് വേണ്ടി സ്വയം അർപ്പിക്കപ്പെട്ട വലിയ വ്യക്തിത്വം. ഒരുപക്ഷെ ചെന്നൈയിലെ സംഗീത സഭകളിലൊക്കെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. സാധാരണ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെന്നൈയിലെ സംഗീത സഭകളൊക്കെ ആസ്വദിക്കാൻ കുറേയധികം സാധാരണക്കാരൊക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കർണാടക സംഗീതം എന്ന വലിയ മേഖല സാധാരണക്കാരിലേക്ക് കൂടി സന്നിവേശിപ്പിച്ചു കൊടുത്ത അപൂർവ പ്രതിഭ. ഒരുപക്ഷെ സാധാരണക്കാർക്കും കർണാടക സംഗീതത്തിനും ഇടയിൽ ഒരു വലിയ ഒരു പാലമായി വർത്തിക്കുക കൂടി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതം. തീർച്ചയായും അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം കർണാടക സംഗീതത്തിൽ തുടങ്ങിയെങ്കിൽ കൂടി സാധാരണക്കാരിലൂടെ, ഇല്ലെങ്കിൽ അത്രയും സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളിലൂടെ വലിയൊരു സംഗീത ശൃംഖലയെ, ഇല്ലെങ്കിൽ അത്തരത്തിൽ വലുതായി ആ സംഗീതത്തെ കാണിക്കാൻ, ഇല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം മധ്യപ്രദേശിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആന്ധ്രാപ്രദേശിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മമെങ്കിൽ കൂടി അദ്ദേഹം ഒരുപാട് ആന്ധ്രാപ്രദേശിൽ നിന്നും ആ കാലത്ത്, അദ്ദേഹത്തിന്റെ ആ ഒരു കാലത്ത് സംഗീതത്തിലൊന്നും ഉപരിപഠനം നടത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന്റെ പിതാവ് വഴി മാത്രം അദ്ദേഹം ആ ഒരു സപ്പോർട്ടിന്റെ പുറത്ത് മാത്രം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ജ്ഞാനം, ഇല്ലെങ്കിൽ സംഗീതത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ്, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. തീർത്തും സാധാരണക്കാരായ ശാസ്ത്രീയ സംഗീതം, കർണാടക സംഗീതം, അങ്ങനെയുള്ള സംഗീതങ്ങൾ ഒരുപാട് ആരും ആസ്വദിക്കുന്നത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളാരും ശ്രദ്ധിക്കാറില്ല. കാരണം ആ ഒരു ജനറേഷന്റെ പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ അന്നുള്ള ജനറേഷനെ, ഇല്ലെങ്കിൽ അന്നുള്ള ആളുകളെ, കുട്ടികളെ, ഒരുപാട് പേരെ സംഗീതത്തിലേക്ക് അടുപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ ഓരോ കച്ചേരികളും സഹായിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ ചെന്നൈയിലെ ഒരുപാട് വേദികളിൽ, ഒരുപാട് സദസ്സുകളിൽ അദ്ദേഹത്തിന്റെ കച്ചേരി കേൾക്കാൻ വലിയ ചെറുപ്പമില്ലാതെ ആളുകൾ വന്നിരുന്നു എന്നുള്ളതും അദ്ദേഹം നേടിയ നേട്ടങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ധന്യ, ഞാൻ ധന്യയിലേക്ക് വരാം. നമുക്ക് വളരെ വേഗത്തിൽ ഒരു ചെറിയ ഇടവേള കൂടി പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ ചെന്നൈയിൽ മറ്റൊരു സംഗീത സഭ ആ കാലത്തിൻ്റെ തുടക്കത്തിലാണ് ആ വലിയ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കർണാടക സംഗീത ചക്രവർത്തി ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. വലിയ വിടവുകൾ അവശേഷിപ്പിച്ചാണ് ഇന്ത്യൻ സംഗീതത്തിന് ഇനി നികത്താനാവാത്ത ഒരു വിടവ് അവശേഷിപ്പിച്ചാണ് ഡോക്ടർ ബാലമുരളീകൃഷ്ണ യാത്രയായിരിക്കുന്നത്. പല തലമുറകൾ കടന്നാലും ബാലമുരളീകൃഷ്ണയുടെ സംഗീതം അതെന്നും അമരത്വത്തോടെ നിലനിൽക്കും, മരണമില്ലാതെ നിലനിൽക്കും. ഒരുപക്ഷെ അദ്ദേഹം ബാക്കി വച്ചു പോയ ആ വലിയ സാന്നിധ്യവും ആ ഒരു അദ്ദേഹത്തിൻ്റെ സംഗീത സാധന തന്നെയായിരിക്കും. അതുതന്നെയായിരിക്കും ഇനി വരുന്നൊരു തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്നു പോകുന്ന ഈ തലമുറ അദ്ദേഹത്തെ ഓർത്തിരിക്കുക. ആ പാട്ടുകളിലൂടെയും ആ വാക്കുകളിലൂടെയും ഒക്കെ ആയിരിക്കും. ഏതായാലും വലിയ വിടവുകൾ തീർത്ത് ഡോക്ടർ ബാലമുരളീകൃഷ്ണ യാത്രയാകുമ്പോൾ ഇന്ത്യൻ സംഗീതം ഒരു വലിയ ശൂന്യതയിൽ തന്നെ നിൽക്കുന്നു. സാധാരണക്കാരിലേക്ക് കൂടി കർണാടക സംഗീതത്തെ എത്തിച്ച സാധാരണക്കാർക്കിടയിലും കർണാടക സംഗീതത്തിലെ കഠിനമായ പദങ്ങൾക്കിടയിലും നിന്ന ഒരു ലഘുവായ ഒരു പാലമായിരുന്നു ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. സാധാരണക്കാരിലേക്ക് കൂടി അദ്ദേഹം ആ സംഗീത സാധനയുടെ അനന്ത സാധ്യതകൾ തുറന്നു വച്ചു. ഒരുപക്ഷെ വലിയ വിനയം കൊണ്ടും തൻ്റെ പ്രതിഭ കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച, ഇന്ത്യയെ വിസ്മയിപ്പിച്ച വലിയ സംഗീതജ്ഞൻ യാത്രയാകുമ്പോൾ വലിയ ആദരാഞ്ജലികളോടെ, പ്രണാമത്തോടെ നമുക്കും അദ്ദേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കാം. കാലത്തിന് മുന്നിൽ ഒരുപാട് ഓർമ്മകൾ ബാക്കി വച്ചാണ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ യാത്ര പറയുന്നത്. എങ്കിൽ പോലും ഇനിയും വരും തലമുറകൾക്കും ഇപ്പോഴത്തെ തലമുറകൾക്കും നടുവിൽ ഒരു വലിയ ഓർമ്മകളായ അദ്ദേഹത്തിൻ്റെ സംഗീതം, അദ്ദേഹം പിന്തുടർന്നു വന്ന ആ സംഗീത സാധന അതെന്നും നിലനിൽക്കും എന്ന് തന്നെ നമുക്ക് പറയാം. ആ സംഗീതം തന്നെയായിരിക്കും അദ്ദേഹത്തോടുള്ള ഓർമ്മയായി, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനമായി, ആദരവായി നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന വലിയ ആദരം, വലിയ ബഹുമാനം. ധന്യ, ബാലമുരളീകൃഷ്ണ യാത്രയാകുമ്പോൾ അത്തരത്തിൽ വലിയൊരു ശൂന്യത
ഇന്ത്യൻ സംഗീത ലോകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഇനി ഒരിക്കലും നികത്താൻ കഴിയാത്ത വലിയ വിടവ്. നമുക്ക് അദ്ദേഹത്തിന് മുന്നിൽ സ്മരണാഞ്ജലികളോടെ നിൽക്കുമ്പോഴും ആ വലിയ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് അദ്ദേഹം ഓർമ്മിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം പിന്തുടർന്നു വന്ന ആ സംഗീത സബരയിലൂടെ തന്നെയായിരിക്കും. തീർച്ചയായും അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കച്ചേരികളിലൂടെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു സംഗീത ലോകം ഇല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല. കാരണം ബാലമുരളീകൃഷ്ണ എന്നുള്ളത് സംഗീതത്തിൽ എഴുതപ്പെട്ട ഇല്ലെങ്കിൽ കൊത്തിവെക്കപ്പെട്ട ഒരു പേര് തന്നെയാണ്. അത്രത്തോളം കർണാടക സംഗീതത്തിലൂടെ ഇന്ത്യൻ സംഗീതത്തെ സ്നേഹിച്ച ഇല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഗുരു എന്ന സ്ഥാനത്ത് എത്താൻ സാധിച്ച ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. എടുത്തു പറയേണ്ട ഒരുപാട് സംഗീത പ്രേമികൾക്ക് ഇല്ലെങ്കിൽ ഒരുപാട് സംഗീത ആസ്വാദകർക്ക് അദ്ദേഹം വലിയൊരു നഷ്ടം തന്നെയാണ്. കൂടാതെ ഒത്തിരി സംഗീതജ്ഞർക്കും മ്യൂസിക് ഡയറക്ടേഴ്സിനും ഗായകർക്കും അദ്ദേഹം വലിയൊരു തീരാനഷ്ടം തീരാവേദന തന്നെയായി എന്നും നിലനിൽക്കും. കാരണം അത്രത്തോളം സംഗീതത്തെ സ്നേഹിച്ച, സംഗീതത്തെ ഏതെങ്കിലും രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അതിനെ ചേർത്ത് നിർത്തണം, ഇന്ത്യൻ സംഗീതം ഒരിക്കലും ഇല്ലെങ്കിൽ കർണാടിക് മ്യൂസിക് ഒരിക്കലും ഇല്ലാതാവരുത് എന്ന് അത്രത്തോളം ആഗ്രഹിച്ച ഒരു സംഗീതജ്ഞൻ ശ്രീ ബാലമുരളീകൃഷ്ണയല്ലാതെ വേറെ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന സംഗീതാസ്വാദകരായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും സംഗീതത്തെ കടൽ കടത്തിയ പ്രതിഭ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുടെ പട്ടികയിൽ തന്നെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട് ധന്യ. അതായത് ഒരു കർണാടക സംഗീതജ്ഞന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ വലിയ ബഹുമതികളിലൊന്നാണ്. അത് നേടിയ അപൂർവം അല്ലെങ്കിൽ വേറൊരു കർണാടക സംഗീതജ്ഞൻ ഇല്ല എന്ന് തന്നെ പറയാം. കടൽ കടത്തിയ പ്രതിഭയായിരുന്നു നമ്മുടെ എല്ലാമായ അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ആത്മാവായ കർണാടക സംഗീതത്തെ. ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള ദേശീയ അവാർഡിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ഭരണകൂടം ബാലമുരളീകൃഷ്ണയെ ആദരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ സംഗീതങ്ങൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഗീത ഗാനങ്ങൾ ആളുകളിലേക്ക് എത്തിയ ആ ഒരു സമയം ഇല്ലെങ്കിൽ അദ്ദേഹം അത്രത്തോളം പ്രശസ്തിയിലെത്തിയ ആ ഒരു സമയം, ആ സമയത്ത് ഒരുപാട് വിദേശികൾ ഉൾപ്പെടെയുള്ള സംഗീത ആസ്വാദകർ അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയ ആ ഒരു സമയത്തായിരുന്നു ഫ്രഞ്ച് ഭരണകൂടം ബാലമുരളീകൃഷ്ണയെ സമ്മാനം നൽകി ആദരിച്ചത്. കാലത്ത് സംഗീത ചികിത്സാക്രമങ്ങളിൽ അതീവ തൽപരൻ കൂടിയായിരുന്നു അദ്ദേഹം. കാരണം ആ ഒരു ട്രീറ്റ്മെന്റിൽ തന്നെ അദ്ദേഹം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ച ഇല്ലെങ്കിൽ കർണാടക സംഗീതത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ച, ഒരുപാട് രാഗങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ഒരു സമയത്തായിരുന്നു ഫ്രഞ്ച് ഭരണകൂടം അദ്ദേഹത്തെ ഈ രീതിയിൽ ആദരിച്ചിരുന്നത്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെയാണ് 25 രാഗങ്ങൾ സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ കർണാടക സംഗീതത്തിൽ ആ വലിയ സാഗരത്തിൽ ഇറങ്ങി നിന്ന അപൂർവ പ്രതിഭ അല്ലെങ്കിൽ ഇത്തരത്തിൽ 25ഓളം രാഗങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എത്രമാത്രം ഉയരത്തിലായിരുന്നു ബാലമുരളീകൃഷ്ണ ഇന്ത്യൻ സംഗീത ലോകത്ത് വിരാജിച്ചിരുന്നത് എന്ന്. ഏതായാലും അദ്ദേഹം നമ്മെ വിട്ട് പറയുമ്പോൾ ഇനി വാക്കുകൾ കൊണ്ട് ആ വലിയ മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കുക, സ്മരണ നൽകുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ആ മനുഷ്യന് ആദരവ് അർപ്പിക്കാനുള്ള മാർഗങ്ങൾ. ഏതായാലും ഓർമ്മകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് താൻ സൃഷ്ടിച്ച സംഗീത ലോകം ആസ്വാദകർക്ക് മുന്നിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ വിട പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം നമ്മെ വിട്ടുപോകും. ഇപ്പോൾ ശ്രീ ലെനിൻ രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, എങ്ങനെ നമ്മൾ ഓർത്തെടുക്കും ആ വലിയ മനുഷ്യനെ, ആ സംഗീത പ്രതിഭയെ? ഇന്ത്യ കണ്ട മഹാനായ കർണാടക സംഗീതജ്ഞനാണ് ബാലമുരളി. കർണാടക സംഗീതം മാത്രമല്ല, അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതവും വളരെ ആഴത്തിൽ പഠിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തിട്ടുള്ളയാണ്. പക്ഷേ ഹിന്ദുസ്ഥാനിയോ അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലോ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന സാമ്പ്രദായിക സംഗീതത്തെ അനുകരിക്കുകയല്ല ചെയ്തിരുന്നത്. അതിൽ എന്തൊക്കെ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താനാവും, അതിന് തൻ്റെ വളരെ ഭാവഗംഭീരമായിട്ടുള്ള ശബ്ദം, തനിക്ക് മാത്രമായി ഇണങ്ങുന്ന ഭാവം, തൻ്റെ ശൈലി, ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു സംഗീതത്തെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാമാണികരായിട്ടുള്ള കർണാടക സംഗീതജ്ഞര് അദ്ദേഹത്തിന്റെ നേർക്ക് നെറ്റി വിളിച്ചിട്ടുണ്ട്, ആക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു സംഗീതജ്ഞൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സിംഗപ്പൂർ ഗായകനാണ് എന്നുള്ളതാണ്. കാരണം
അദ്ദേഹം ആ നിലയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിലേക്ക് സംഗീതത്തെ കൊണ്ടുപോകുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ബാലമുരളി വളരെ കൃത്യമായി പറഞ്ഞു, ഈ ഞാൻ ആ സംഗീതത്തെ എടുത്ത് എന്റേതായ പ്രയോഗിക്കുമ്പോൾ എന്റേതായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പാടുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെയാണ് അദ്ദേഹം സംഗീതത്തെ കണ്ടിരുന്നത്. അതിൽ മറ്റാരേക്കാളും മുന്നിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കർണാടക സംഗീതത്തിലെ ജീവിതം അർപ്പിച്ചു വെച്ച ഒരാള് ചലച്ചിത്ര സംഗീതത്തിന്റെ പശ്ചാത്തല സംഗീതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ ബാലമുരളി പശ്ചാത്തല സംഗീതം എന്താണെന്നും താൻ പഠിച്ചു വെച്ചിട്ടുള്ള സംഗീതം എന്താണെന്നും രണ്ടും വളരെ കൃത്യമായി അതിന് വേർതിരിച്ച് കാണാനുള്ള കഴിവ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 3 സിനിമകൾ ജി.വി. അയ്യരുടെ സിനിമകളിലാണ് അദ്ദേഹം പശ്ചാത്തല സംഗീതം ചെയ്തിട്ടുള്ളത്. കൃഷ്ണാവതാർ, രാമാനുജൻ തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ. അപ്പൊ ആ സിനിമകളിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തനായൊരു ഈ ഉപകരണ സംഗീതങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുക, അതിൽ നിന്ന് വരേണ്ടുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വേർതിരിക്കുന്ന തരത്തിലുള്ള സംഗീതമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഒരുപക്ഷെ ബാലമുരളി തന്നെയാവാം ഈ നമ്മുടെ പിന്നെ മഹാതബലിസ്റ്റായിട്ടുള്ള സക്കീർ ഹുസൈനൊക്കെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പ്രേരണ നൽകിയത് എന്നും എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ശ്രീ രാജേന്ദ്രൻ, അതായത് തൻ്റെ പിന്മുറക്കാർ നൽകിയ ആ മൂല്യങ്ങളെ അതിനോടുള്ള എല്ലാ ബഹുമാനങ്ങളോടെ മാറ്റി നിർത്തി തൻ്റെതായ രീതിയിൽ സംഗീതത്തെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഗുരുതുല്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം, അല്ലേ? തീർച്ചയായും അദ്ദേഹം എന്റെ സിനിമയിൽ 3 തവണ പാടിയിട്ടുണ്ട്. പാടുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ശാസ്ത്രീയ സംഗീതത്തെ തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. അതിൽ പോലും ഇപ്പോ സ്വാതിരുന്നാളിലാണ് മോക്ഷമോ എന്നുള്ള കൃതി നമ്മുടെ കർണാടക സംഗീതത്തിലെ എല്ലാ പ്രാമാണികരായിട്ടുള്ള പാട്ടുകാരും പാടിയിട്ടുള്ളതാണ്. പക്ഷെ ബാലമുരളി പാടുമ്പോഴുണ്ടാകുന്ന ഒരു വ്യത്യസ്തത, ഒരു നമ്മുടെ ആത്മാവിലേക്കുള്ള തറച്ചുകയറൽ, ഇത് മറ്റൊരു പാട്ടുകാരനിലും കണ്ടിരുന്നില്ല. അപ്പോൾ ഭക്തിയായിരുന്നു നമ്മുടെ കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാന പിന്നെ കേന്ദ്രമെങ്കില് ആ ഭക്തി നിലനിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുകൂടെ ഉണ്ട് ഈ സംഗീതത്തിന് എന്ന് പല പ്രാമാണികരായ പാട്ടുകാർ ഈ ഭക്തിയിൽ തന്നെ ഇങ്ങനെ ലയിച്ച് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ബാലമുരളി അങ്ങനെയല്ല. തൻ്റെതായിട്ടുള്ള ചില പ്രയോഗങ്ങളിലൂടെ, ചിലപ്പോൾ സ്വരങ്ങളുടെ തന്നെ ചില വ്യത്യാസങ്ങളിലൊക്കെ കൂടെ അദ്ദേഹം ഈ ഭക്തി മാത്രമല്ല അതിനൊരു ശക്തിയും കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടി കർണാടക സംഗീതം എന്ന ആ വലിയ ലോകത്തെ അദ്ദേഹം എളുപ്പത്തിൽ കൊണ്ടുവന്നു തന്നു എന്ന് പറയാം. തീർച്ചയായും അതൊരു വലിയൊരു പാഠശാല തന്നെയായിരുന്നു. നമ്മൾ കൃത്യമായി അദ്ദേഹത്തെ അനുകരിക്കുന്നുവോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറൊരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ നമിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. തീർച്ചയായിട്ടും. ഒരുപക്ഷെ താങ്കൾ അദ്ദേഹത്തോടു കൂടി പ്രവർത്തിച്ച ആ ഒരു സമയത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്കും ഒപ്പം നമുക്ക് എല്ലാവർക്കും കൂടി അദ്ദേഹത്തെ ഒരു വ്യക്തി എന്ന നിലയിൽ അടുത്തറിഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യന്റെ ഒരു രീതികൾ എങ്ങനെയായിരുന്നു? ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് അന്ന് നെയ്യാറ്റിങ്കര വാസുദേവൻ ഒന്ന് പാടിത്തുടങ്ങി. അപ്പോൾ ആ സമയം കൃത്യമായും ബാലമുരളിക്കായി നീക്കി വെച്ചിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ പക്ഷെ നെയ്യാറ്റിങ്കര പാടിയിട്ട് തീർന്നുമില്ല. നെയ്യാറ്റിങ്കര ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പാടാനായിട്ട് എത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള അമ്പരപ്പൊക്കെ ആ മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ ബാലമുരളി എപ്പോ വരുമോ അന്നേരം പിന്നെ നെയ്യാറ്റിങ്കര പാട്ട് നിർത്തണം എന്നുള്ളതായിരുന്നു സംഗീത സംവിധായകനായിട്ടുള്ള എം പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ബാലമുരളി പിന്നെ കൺസോൾ റൂമിലേക്ക് കയറി വരുമ്പോ അപ്പുറത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് നെയ്യാറ്റിങ്കര പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ എൻ പി ശ്രീനിവാസൻ പറഞ്ഞു നമുക്കിത് നിർത്താം ഇനി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ലില്ലില്ല, തമിഴിലാ പറഞ്ഞത്, പിന്നെ നെയ്യാറ്റിങ്കര പാടിക്കോട്ടെ, എത്ര അഴകായിട്ടാണ് ആ പാടുന്നത്, അദ്ദേഹം എത്ര സമയം എടുത്ത് പാടി തീരട്ടെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ
പാടുന്നുള്ളൂ എന്ന് പറഞ്ഞു. പാട്ട് കഴിഞ്ഞ് പുറത്തു വരുന്ന കഴിയുമ്പോഴേക്കും നെയ്യാറ്റിൻകരയെ പോയി കെട്ടിപ്പിടിച്ച് അങ്ങനെ അതൊരു നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ കോരിത്തരിക്കുന്നൊരു നിമിഷമായിരുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അന്ന് മ്യൂസിഷ്യന്മാരായിട്ടുള്ള ഉപകരണ സംഗീതം വായിക്കുന്നവർക്ക് നെയ്യാറ്റിൻകര അത്ര കണ്ട് പരിചയം ഉണ്ടായിരുന്നില്ല. അവരോടൊക്കെ അദ്ദേഹം പിന്നെ കേൾക്ക് എന്താണ് കർണാടക സംഗീതം എന്ന്, എന്താണ് പിന്നെ ഭക്തി, എന്താണ് ലയം, ഇതൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ ഇങ്ങനെ നെയ്യാറ്റിൻകരയെ വാനോളം ഉയർത്തുന്ന ഒരു ബാലമുരളിയാണ് നമ്മൾ കാണുക. അതിന്റെ ഒന്നും ആവശ്യം ആ മനുഷ്യന് അന്നേരം ഇല്ല. കാരണം നെയ്യാറ്റിൻകരയേക്കാൾ കുറച്ചുകൂടെയൊക്കെ വലിയ തരത്തിൽ അറിയപ്പെടുന്ന ആളായി കഴിഞ്ഞിരുന്നു അന്ന് ബാലമുരളികൃഷ്ണ. തീർച്ചയായിട്ടും ശ്രീ ലെനിൻ രാജേന്ദ്രൻ ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്കളോട്. ഏതായാലും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ശ്രീ ബാലമുരളികൃഷ്ണയെ ഓർത്തതിനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം